ഹലോ, നമസ്കാരം. ഇന്നിപ്പോ വേൾഡ് വുമൻസ് ഡേ ആണ്, മാർച്ച് 8. അപ്പോ നമ്മുടെ അമ്മമാരും അതുപോലെ തന്നെ സഹോദരി, അതുപോലെ നമ്മുടെ ഫ്രണ്ട്സ്, സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവര് ഒരുപാട് വേദനകളും യാതനകളും അനുഭവിക്കുന്നവരാണ് ഞങ്ങൾ ആണുങ്ങളെ അപേക്ഷിച്ചിടത്തോളം. കാരണം അവരുടെ ദിനങ്ങളിൽ ഒരുപാട് പ്രശ്നങ്ങൾ അവർ അഭിമുഖീകരിക്കുന്നുണ്ട്, ആരോടും പറയാൻ പറ്റാത്തതൊക്കെ ആയിട്ട്. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോ ഒരു 20, 22, 25 വയസ്സ് വരെ അവർക്ക് അവരുടെ സ്വന്തം വീട്ടിൽ ജീവിക്കാനായിട്ട് അവർക്ക് പറ്റുന്നുള്ളൂ. അത് കഴിഞ്ഞ് അവർ പിന്നെ വേറെ ആരുടെയൊക്കെയോ ഒപ്പം വേറൊരു ഫാമിലി ആയിട്ട് അവർ പോവാണ്. അപ്പോൾ അത് അവർ ആഗ്രഹിച്ച് ചെയ്യുന്നതല്ല, പക്ഷെ അവർ ആ സമയത്ത് വേർപെട്ട് പോകുമ്പോൾ അവർക്ക് ഉണ്ടാവുന്ന ഒരുപാട് വിഷമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവരെ നമ്മൾ കേൾക്കാൻ ശ്രമിക്കുക. അപ്പൊ നല്ല സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അവരെ ജഡ്ജ് ചെയ്യാതെ അവരെ ഏത് സാഹചര്യത്തിൽ നിന്നാണ് ജീവിച്ച് വളർന്നു വന്നതെന്ന് നമുക്കറിയില്ല. അപ്പൊ നമുക്ക് ഒരാളെയും അവരുടെ അപ്പോഴത്തെ പെരുമാറ്റം കണ്ടുകൊണ്ട് നമ്മൾ അവരെ പൂർണ്ണമായിട്ടും ജഡ്ജ് ചെയ്യാതിരിക്കുക. കാരണം അവരുടെ അവസ്ഥ, അവർ കടന്നു വന്ന സാഹചര്യം നമുക്ക് എന്താണെന്ന് അറിയില്ല. അപ്പൊ നമ്മൾ കാര്യം അറിയാതെ കയറി അവരെ ജഡ്ജ് ചെയ്യാതിരിക്കുക. എതിരെ നിൽക്കുന്ന ആളുടെ മനസ്സ് അറിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമുള്ളൂ എന്ന് ആസിഫ് അലി പറഞ്ഞ പോലെ, അവരുടെ വീട്ടിലെ സാഹചര്യങ്ങൾ എല്ലാവരെ പോലെ ആയിരിക്കില്ല. ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എവ്രി വൺ ഹാസ് എ ഡിഫറെന്റ് സ്റ്റോറി ലൈൻസ്. എല്ലാവരുടെ ജീവിതം ഒരേപോലെ അല്ല, ഒരേ ദിശയിലല്ല സഞ്ചരിക്കുന്നത്. അവരുടേതായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും ഒരു അനുഭവിച്ചു പോകുന്ന ആൾക്കാരാണ്. അപ്പോൾ ദിവസത്തെ ഫ്രസ്ട്രേഷൻ, അവരുടെ എല്ലാ വിഷമങ്ങളും ചിലപ്പോൾ വന്ന് ഷെയർ ചെയ്യുന്ന അവരൊരു ബെസ്റ്റ് ഫ്രണ്ടിനോടായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ബോയ് ഫ്രണ്ടിനോടായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ സിസ്റ്ററിനോടായിരിക്കും, വേണ്ടപ്പെട്ട ആരും ആയിരിക്കോട്ടെ. അപ്പോൾ അവരെ നമ്മൾ ജഡ്ജ് ചെയ്യാതെ അവരെ നമ്മൾ കേട്ടിരിക്കുക എന്നുള്ളൊരു മനസ്സ് കാണിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ അവരത് വന്ന് പറയുന്നത് നമ്മളെ ചെവി തിന്നുന്നതല്ല, അവരെ കേൾക്കാൻ ശ്രമിക്കുക. അവര് നമ്മളത്രയും ട്രസ്റ്റ് ആയതുകൊണ്ട്, കംഫർട്ട് സോൺ ആയതുകൊണ്ടാണ് നമ്മുടെ അടുത്ത് വന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യുക. അവരെ സ്നേഹത്തോടുകൂടിയും അതുപോലെ തന്നെ ദയോടുകൂടിയും എല്ലാം ട്രീറ്റ് ചെയ്യുക, അതുപോലെ തന്നെ റെസ്പെക്ട് ചെയ്യുക. അതേപോലെ ഈ ബഹുമാനവും സ്നേഹവും ദയവും ഈ പ്രത്യേക അംഗീകാരവും ഒക്കെ ഇന്നത്തെ ഈ ദിവസം മാത്രം കാണിക്കേണ്ട ഒന്നുമല്ല, അത് സ്ഥിരമായിട്ട് കാണിക്കേണ്ടതാണ്. അപ്പൊ ഈ ദിവസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊരു ഓർമ്മപ്പെടുത്തലാണ്, നമ്മൾ മറക്കരുത്. അപ്പൊ നമ്മുടെ അമ്മയാണെങ്കിലും സഹോദരിയാണെങ്കിലും നമ്മുടെ ഗേൾ ഫ്രണ്ട് ആണെങ്കിലും ആരും ആയിക്കോട്ടെ, ഫ്രണ്ട് ആരും ആയിക്കോട്ടെ, സഹപ്രവർത്തക ആയിക്കോട്ടെ, അപ്പൊ അവരോടെല്ലാം നമ്മളൊരു അനുകമ്പയോടുകൂടി, വളരെ ലാളിത്യത്തോടുകൂടി, വളരെ ദയോടുകൂടി പെരുമാറാനായിട്ട് ശ്രമിക്കുക. കാരണം അവര് ഒരു വളരെ കുറച്ച് കാലമേ അവരുടെ സ്വന്തം വീട്ടിൽ അവർക്ക് അവരുടെ അച്ഛനും അമ്മയോട് അല്ലെങ്കിൽ സഹോദരങ്ങളോട് ജീവിക്കാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞുള്ള പിന്നീടുള്ള വലിയൊരു കാലയളവ് വേറൊരാളുടെ കൂടെ അല്ലെങ്കിൽ വേറെ ഒരു ഫാമിലി ഉണ്ടാക്കാനുള്ള ഇതിൽ തത്രപ്പാടിൽ പോകുന്ന ആൾക്കാരാണ്. അപ്പോൾ ദേ വാണ്ട് ടു ബി റെസ്പെക്റ്റഡ്. അപ്പോൾ ഇന്ന് എല്ലാ വനിതകൾക്കും ഹാപ്പി വുമൻസ് ഡേ ആശംസിച്ചുകൊണ്ട് ഞാനപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ നിർത്താണ്. അപ്പൊ ഇന്ന് എനിക്ക് ഈ വീഡിയോ ചെയ്യാനായിട്ട് എനിക്ക് ഇതിലും നല്ലൊരു ടോപ്പിക് എനിക്ക് ഉണ്ടായിന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും